നല്ലൊരു ആക്സിഡൻറ്റിന് ശേഷം ഇലക്ട്രോണിക് പവർ സ്റ്റിയറിംഗ് വർക്ക് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് കൊണ്ടുവന്ന വണ്ടിയാണ്. ആക്സിഡൻറ്റ് വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല, അത് നമ്മുടെ വർക്ക്ഷോപ്പിലല്ല ചെയ്യണത്. ഇത് ഇലക്ട്രോണിക് പവർ സ്റ്റിയറിംഗ് റിപ്പയറിങ്ങിന് വേണ്ടി മാത്രം നമ്മുടെ വർക്ക്ഷോപ്പിലേക്ക് കൊണ്ടുവന്നതാണ്. അത്യാവശ്യം നല്ലൊരു ആക്സിഡൻറ്റ് നടന്ന വണ്ടി ആയതുകൊണ്ട് തന്നെ എയർ ബാഗും കാര്യങ്ങളൊക്കെ ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇലക്ട്രോണിക് പവർ സ്റ്റിയറിംഗിൻ്റെ സോഫ്റ്റ്വെയറും ബ്രേക്ക് ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ മെഷീനിൽ വെച്ചിട്ട് റീഫ്ലാഷ് ചെയ്ത് സോഫ്റ്റ്വെയറും കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. തിരിച്ച് വണ്ടിയിൽ ഫിറ്റ് ചെയ്യുന്ന സമയത്ത് സ്റ്റിയറിംഗ് സെമി ടൈറ്റിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ സ്കാനിങ് കാര്യങ്ങളും ചെയ്യുന്ന സമയത്ത് ക്യാൻ കമ്മ്യൂണിക്കേഷൻ്റെ ഇഷ്യൂ ആണെന്ന് മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെ നമ്മൾ വയറിംഗ് ഡയഗ്രങ്ങളും കാര്യങ്ങളൊക്കെ പ്രിൻ്റ് ഔട്ട് എടുത്തു. മെയിനായിട്ട് കമ്മ്യൂണിക്കേഷൻ ഔട്ടായത് സ്റ്റിയറിംഗ് കോളം മോഡ്യൂളും അതേപോലെ BCM ബോഡി കൺട്രോൾ മോഡ്യൂളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനായിരുന്നു ഔട്ടായിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഉള്ളിലത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് കുറച്ച് അഴിക്കേണ്ടി വന്നു, ഡീറ്റെയിൽഡായിട്ട് ചെക്ക് ചെയ്യേണ്ടി വന്നു. വയറിംഗ് ഡയഗ്രം നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ പ്രോപ്പറായിട്ട് നമുക്ക് കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ വേണ്ടി പറ്റി. ക്യാൻ ലോ കമ്മ്യൂണിക്കേഷൻ വയറിലായിരുന്നു പ്രശ്നം ഉണ്ടായിരുന്നത്. അത് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് കുറച്ച് ഏരിയയിലെ വയറിംഗ് അഴിച്ച് ഡീറ്റെയിൽഡായിട്ട് ചെക്ക് ചെയ്യേണ്ടി വന്നു. വയർ കട്ടായ കറക്റ്റ് സ്ഥലം കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടി. കാരണം ഒന്നിൽ കൂടുതൽ സ്ഥലത്ത് വയർ കട്ടായിട്ടുണ്ടോ എന്നുള്ളൊരു ഡൗട്ട് ആദ്യമേ ഉണ്ടായിരുന്നു. എന്തായാലും ആ ഒരു ഭാഗങ്ങളൊക്കെ നമ്മൾ ക്ലിയർ ആക്കി എടുത്തു. ഒറിജിനൽ ഇൻസുലേഷൻ ഉപയോഗിച്ചുകൊണ്ട് തന്നെ വയറിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഉള്ളിലെ ഫിറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. സ്റ്റിയറിംഗ് സ്മൂത്തായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. വേറെ കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല.